രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? ആദ്യം തന്നെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുമല്ലേ? പലരും അതിൽ സെർച്ച് ചെയ്ത് ലഭിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ച് സ്വയം ചികിത്സയും തുടങ്ങും. ഇങ്ങനെ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ രോഗികൾ സ്വയം രോഗനിർണയം നടത്തുന്നതിനെ ഇഡിയറ്റ് സിൻഡ്രോം എന്നാണ് പറയുന്നത്. ഇന്റർനെറ്റ് ഡിറൈവ്ഡ് ഇൻഫോർമേഷൻ ഒബ്സ്ട്രക്ഷൻ ട്രീറ്റ്മെന്റ് എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. ആരോഗ്യ മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയായ ഈ സിൻഡ്രോം അല്പം അപകടകാരിയാണ്. വയറ്റിൽ ചെറിയ ഒരു വേദന വന്നാൽ തന്നെ അത് എന്തുകൊണ്ടാണെന്ന് ഗൂഗിളിൽ തിരഞ്ഞ് ക്യാൻസർ ആണെന്ന് വരെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഗൂഗിൾ എന്ത് പറഞ്ഞാലും അത് സത്യമാണെന്നാണ് അവരുടെ വിശ്വാസം. എന്നാൽ ഇത് എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് വരുത്തിവെക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യന്റെ ആരോഗ്യം, രോഗനിർണയം, മരുന്ന് എന്നിവയ്ക്ക് പോലും കൂടുതൽ പേരും ഗൂഗിളിനെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഒരു ചെറിയ പനിയോ തുമ്മലോ വന്നാൽ വരെ രോഗലക്ഷണങ്ങൾ വെച്ച് ഗൂഗിളിൽ തിരയുകയും അതിൽ നിർദ്ദേശിക്കുന്ന ചില മരുന്നുകളും മറ്റും വാങ്ങി സ്വയം ഡോക്ടറാകുകയാണ് പലരും. എന്നാൽ ഈ ശീലം നമുക്ക് വളരെ ദോഷകരമാണ്. ഇന്റർനെറ്റിന്റെ വളർച്ചയോടെ എല്ലാത്തിനെയും പറ്റിയുള്ള വിവരങ്ങളും ആളുകളിലേക്ക് എളുപ്പം എത്തിച്ചേരുകയാണ്. എല്ലാ വിവരങ്ങളും സത്യമാകണമെന്നില്ല എന്നതാണ് ഇതിലെ വലിയ വെല്ലുവിളി. വ്യാജ ആധികാരികമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആളുകളിലേക്ക് എത്തിയാൽ അത് അപകടകരമാണ്. അതിൽ ഏറ്റവും അപകടമാണ് രോഗലക്ഷണങ്ങൾ ഇന്റർനെറ്റിൽ പരതി സ്വയം രോഗം നിർണയിക്കുന്നതും അതിന് മരുന്ന് കണ്ടെത്തുന്നതും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് നടത്തിയ പഠനത്തിൽ പലരും സ്വയം രോഗനിർണയം നടത്തുകയും ചിലർ ഡോക്ടർമാർ നിർദ്ദേശിച്ച മരുന്ന് നിർത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് രോഗിയുടെ ആരോഗ്യത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. രോഗത്തെ സംബന്ധിച്ച വിവരങ്ങളെ പറ്റി ഇന്റർനെറ്റിൽ നിന്ന് അറിവ് നേടുന്നത് നല്ലതാണ്. എന്നാൽ വ്യാജമല്ലെന്ന് ഉറപ്പുവരുത്തുകയും സ്വയം ചികിത്സ ഒഴിവാക്കുകയും വേണം. ഇത്തരം തെറ്റായ വിവരങ്ങളെ അടിസ്ഥാനമാക്കി ജനങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അവരുടെ ജീവൻ വരെ അപകടത്തിലാക്കാം. ഓൺലൈനായി തിരഞ്ഞ് ചികിത്സിക്കുന്ന രീതി സ്വയം നിർത്താൻ ശ്രമിക്കുക. ഓൺലൈനിലെ സർക്കാർ വെബ്സൈറ്റുകളും മറ്റും ഫോളോ ചെയ്യുക. ഔദ്യോഗികമല്ലാത്ത മറ്റ് ആരോഗ്യ വെബ്സൈറ്റുകളിൽ കയറി നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ തിരയുമ്പോൾ അത് കൃത്യമായ വിവരം നൽകണമെന്നില്ല. നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർക്കാൻ ഏറ്റവും നല്ല വഴി ഒരു ഡോക്ടറെ സമീപിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ ശരിയായ രീതിയിൽ വിലയിരുത്താനും നിങ്ങളുടെ ആശങ്കകളെക്കുറിച്ച് സംസാരിക്കാനും മികച്ച ചികിത്സ നൽകാനും ഡോക്ടർമാർക്ക് കഴിയും. ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇന്റർനെറ്റ് സഹായം ഉപയോഗിക്കാം. എന്നാൽ രോഗനിർണയം, ചികിത്സ എന്നിവയ്ക്ക് ഡോക്ടർമാരെ തന്നെ സമീപിക്കുക. You are watching India's first NGO television, Malanadu TV India.